എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ പുഴുങ്ങിയ കപ്പയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുഴുങ്ങിയ കപ്പയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി വന്നു. അപ്പോൾ ഞാനോർത്ത് 4 മണിക്ക് ചായയുടെ കൂടെ ഒരു കടിയാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ കപ്പ ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കണം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നമുക്ക് പകുതിയായിട്ട് 2 പ്രാവശ്യമായിട്ട് പകുതിയായിട്ട് ഇട്ട് നമുക്ക് കറക്കിയെടുക്കാം. ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് അടയ്ക്കാം. അടച്ചതിന് ശേഷം ഒന്ന് കറക്കിയെടുത്ത് കൊണ്ടുവരാം. ഞാൻ എല്ലാം കറക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഇത് നല്ലതായിട്ട് മൊരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് റവ കൂടി ചേർക്കണം. ഞാൻ അതിനിവിടെ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വറുത്ത റവയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ റവ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, ഇനി 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട്. ഉപ്പ് ഞാൻ കപ്പ പുഴുങ്ങിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചിട്ടത്. ഇനി ആ കറിവേപ്പില കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ അതും അരിഞ്ഞിട്ട് കൊടുക്കണേ. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു മല്ലിയില. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കുഴയ്ക്കണം. കാരണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ നല്ലതുപോലെ ആ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ആ കപ്പയിലെ എല്ലായിടത്തും എത്തക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ച് ഞാനിവിടെ ചപ്പാത്തിക്ക് ഉരുട്ടി വയ്ക്കും പോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ബോണ്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുത്ത് വയ്ക്കാം. കണ്ടോ? അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അതായത് ഞാനിപ്പോൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. 10 ബോളുണ്ട് ഞാൻ ഉരുട്ടി വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമ്മൾ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ കപ്പയുടെ ബോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു. ഇനി തിരിച്ച് മറിച്ച് വിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് കുറച്ച് കൊടുക്കണം. കുറച്ച് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് തീയൊക്കെ കുറച്ച് വയ്ക്കുക. ഇതുപോലെ കണ്ടോ? ഇങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കപ്പയൊക്കെ മിച്ചം വരുമ്പോൾ ആരും കളയരുത്. നമ്മളെന്തോ ഉണ്ടാക്കുമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു 4 മണി പലഹാരമൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. ഇതുപോലെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ ബോണ്ട, അതുപോലും തോറ്റു പോകും. അത്ര നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ അതിൻ്റെ കൂടെ സോസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ സോസ്. അതും കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും കപ്പയൊക്കെ ബാക്കി വരുവാണെങ്കിൽ രാവിലെ പുഴുങ്ങുന്ന കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.